ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞാൽ ഹുണ്ടായി i10 അതിൻ്റെ സമ്പിൻ്റെ കൂടെ ഓയിൽ ലീക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ ഞാൻ സമ്പ് അഴിച്ചിട്ട് പുതിയ പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഓയിൽ ലീക്ക് നിർത്തണം. അപ്പോൾ ആ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അയച്ചു തുടങ്ങണമല്ലോ. ഫസ്റ്റ് അയക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ അവിടെ ഈ പ്ലേറ്റ് ഉണ്ടോ, ആ ഒരു പ്ലേറ്റ് ഉണ്ട്, അതിൽ 3 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. അത് അയച്ചിട്ട് ആ പ്ലേറ്റ് മാറ്റണം. അപ്പോൾ പ്ലേറ്റ് മാറ്റി കഴിഞ്ഞാൽ അവിടെ സമ്പിൻ്റെ ഒരു 3 ബോൾട്ട് ഉണ്ട് കേട്ടോ. അത് അയക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് അയച്ച് മാറ്റി കഴിഞ്ഞാൽ അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ബോൾട്ട് അയച്ചു, പിന്നെ ഒരു ബോൾട്ടും കൂടി ഉണ്ട്. അവിടെ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലേറ്റ് മാറ്റിയേക്കാം. പ്ലേറ്റ് മാറ്റിയ ശേഷം അവിടെ ഒരു 3 ബോൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അഴിക്കണം. അപ്പോൾ അത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമ്പിൻ്റെ സൈഡിൽ കൂടെ നല്ല ഓയിൽ ലീക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ലീക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് പാക്കിംഗ് അല്ല, പേസ്റ്റ് ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്ലേറ്റ് അയച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഓയിൽ ചോർത്തണം. ഓയിൽ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ ഓയിൽ ചോർത്താണ്. അതിൻ്റെ ഡ്രെയിനിട്ട് ലൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ ചോർത്തി കളയാണ്. ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. ഓയിൽ മാറാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ റീപ്ലേസ് ചെയ്യാണ്. ഓയിൽ ഡ്രെയിനിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ചോർത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സമ്പിന് ചുറ്റും ഒരുപാട് 10-ൻ്റെ ബോൾട്ടുകളുണ്ടായിരിക്കും. അത് ഫുള്ളായിട്ട് അയച്ചെടുക്കണം. എന്നിട്ട് ചുറ്റും കുറേ 10-ൻ്റെ ബോൾട്ടുകൾ. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ട് സമ്പിട് ഇളക്കിയെടുക്കുക. അപ്പം ഇനി ഇത് ഫുള്ളായിട്ട് അയച്ചെടുക്കട്ടെ കേട്ടോ. 4 സൈഡും 10-ൻ്റെ ബോൾട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റീരിംഗ് ബോക്സ് അയച്ചിട്ടില്ലാണ്. സ്റ്റീരിംഗ് ബോക്സിൻ്റെ റാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റീറിംഗ് ബോക്സിൻ്റെ ക്രോസ് അയച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഗ്യാപ്പ് വന്നിട്ടില്ല കേട്ടോ. അല്ലാണ്ടെങ്കിൽ ഇത്തിരി ഗ്യാപ്പ് കുറവായിരിക്കും. അപ്പോൾ എല്ലാ ബോൾട്ടും ഏകദേശം അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ബോൾട്ടും കൂടെ ഉള്ളൂ. അപ്പോൾ ആമറോണ്ട് ഒരിക്കലും ഇങ്ങനെ മേടരുത് കേട്ടോ. ഒരു മരത്തിൻ്റെ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ മേടിക്കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്ത് ആ സമ്പട് പോരും. അതേപോലെ 2 തട്ട് കൊടുത്താൽ മതി. അപ്പോൾ സമ്പ് പോകുന്നുണ്ട് കേട്ടോ. ഇതിന് പതിയെ എടുക്കുക. അപ്പോൾ സമ്പ് അയച്ച് താഴത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്യണം. പഴയ പേസ്റ്റും കാര്യങ്ങളൊക്കെ ചുരണ്ടി കളഞ്ഞ് നല്ലപോലെ നീറ്റാക്കി ക്ലീൻ ചെയ്തിട്ട് പുതിയ പേസ്റ്റ് ഇടണം. മുകളിലുണ്ടായിരിക്കും. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് ആ പേസ്റ്റും കാര്യങ്ങളൊക്കെ പഴയ പേസ്റ്റും കാര്യങ്ങളൊക്കെ ചുരണ്ടി എടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ചുരണ്ടി എടുക്കണം. എന്നിട്ട് പെട്രോൾ എന്തെങ്കിലും വെച്ചിട്ട് തുടച്ചെടുക്കുക. അതിന് ശേഷം നൈസ് എമ്മരി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കണം. സംഭവം ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ആ പേസ്റ്റ് ഫുള്ളായിട്ട് കളയണം കേട്ടോ. അപ്പോൾ കത്തി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ചുരണ്ടി എടുക്കുകയാണ്. അതിന് ശേഷം പെട്രോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ പഴയ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഗണ്ണ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതായത് വെള്ളമടിച്ച് ക്ലീൻ ചെയ്തെടുക്കും. ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ക്ലീൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പെട്രോൾ ഒഴിച്ചിട്ട് ഞാൻ അടിയിൽ പഴയ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെള്ളമടിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പേസ്റ്റ് തേക്കണം. അപ്പോൾ ഇവിടെയും ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പെട്രോളൊക്കെ വെച്ച് തുടച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേസ്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിന് പാക്കിങ്ങും കാര്യങ്ങളൊന്നുമല്ല, പേസ്റ്റാണ് ഇതിൻ്റെ പാക്കിങ്. അപ്പോൾ പേസ്റ്റ് സമ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് നേരെ മുകളിലേക്ക് വെച്ചിട്ട് ബോൾട്ട് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കണം. എല്ലാതും ഒരേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ പേസ്റ്റൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പം സമ്പ് തിരിച്ചതേപോലെ കയറ്റാൻ പോകട്ടോ. അത് പതിയെ കയറണം. ഇതിന് സ്റ്റഡി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഹോള് കറക്റ്റായിട്ട് വെക്കുക. അത് ഫുള്ളായിട്ട് അമർത്തി വെക്കരുത്. 2 ബോൾട്ട് ക്രോസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ശേഷം ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചില സമ്പിന് സ്റ്റഡ് ഉണ്ടായിരിക്കും. ആ സ്റ്റഡ് ആകുമ്പോൾ കറക്റ്റായിട്ട് ഹോള് നമുക്ക് കിട്ടും. ഇത് സ്റ്റഡ് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ഹോളിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് ഓരോ നെട്ടും ഓരോ ബോൾട്ടും ക്രോസിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കറക്റ്റായിട്ട് ഇരിക്കും. എന്നിട്ട് ബാക്കിയുള്ള ബോൾട്ടും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സമ്പിൻ്റെ ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത്. ചില വണ്ടികൾക്ക് പാക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിന് പുതിയ വണ്ടികൾക്കൊക്കെ വരുന്നത് ഇങ്ങനെ ആയിരിക്കും, ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ടൈപ്പാണ്. അപ്പോൾ സമ്പിന് ലീക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.